ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസത്തിലൂടെ കർത്താവിന് നമുക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ പലവിധ പ്രതിസന്ധികൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പലവിധ പ്രതിസന്ധികൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ കടന്നു വരാമായിരുന്നു. പക്ഷേ കർത്താവ് നമ്മെ കൺമണി പോലെ കാത്തുപരിപാലിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയായത്. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് കർത്താവ് എന്താണ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. വചനം റോമർ 8:28 എല്ലാവർക്കും വളരെ സുപരിചിതമായതും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. നമ്മളെല്ലാം എന്താ പറയുക, വളരെ ഇഷ്ടത്തോടെ സാക്ഷ്യം പറയാൻ ഉപയോഗിക്കുന്നതും എപ്പോഴും പറയുന്നതുമായൊരു വചനമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എപ്പോഴാണ് നമ്മൾ ഈ വചനം പറയാറ്? കൂടുതൽ പേരും, ഞാനടക്കം നമ്മുടെ എല്ലാ ജീവിതത്തെയും നമ്മൾ ഈ വചനം പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നു, അല്ലെങ്കിൽ ഒരു രോഗം കടന്നു വന്നു, അതെല്ലാം കഴിഞ്ഞ്, ആ പ്രയാസ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് ചെയ്തതായിരുന്നു എന്ന് നമ്മൾ സാക്ഷ്യം പറയാറുണ്ട്. അന്ന് എൻ്റെ ജീവിതത്തിൽ അത് കടന്നു വന്നത് നന്മയ്ക്കായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇന്നിൻ്റെ കാര്യത്തിൽ, ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു പ്രതിസന്ധി കടന്നു വരുമ്പം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു രോഗം കടന്നു വരുമ്പം എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവമേ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇതെൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് നന്മയ്ക്കാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രതിസന്ധിയിൽ വല്ലാതെ മനം തകർന്നും, നമ്മൾ ആ ഒരു രോഗം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പം വല്ലാതെ നമ്മൾ കലങ്ങിയിരിക്കുമ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇത് ദോഷമോ ഗുണമോ ചിന്തിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുമോ, ദൈവമേ, നമ്മളൊരു എന്താ പറയുക, ഈ വചനം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, എന്താ ദൈവമേ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ, അപ്പ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇത് നൽകിയിരിക്കുന്ന എന്തിനാണ്? നന്മയ്ക്കാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയും, അതെനിക്ക് പറയാനും കഴിയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചിന്തിക്കാൻ കഴിയാതെ ഞാൻ ഈ വചനം ഇങ്ങനൊരു വചനമുണ്ട്, ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലൊരു അവസ്ഥ കടന്നു വരുമ്പം, അതൊരു പ്രതിസന്ധി ആകട്ടെ, ഒരു പ്രയാസമാകട്ടെ, എന്തെങ്കിലും ഒന്ന് കടന്നു വരുമ്പം നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ടെന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ പറയുന്ന എന്നെ അടക്കം എനിക്കും ശോധന ചെയ്യാം. ഓരോ വചനവും, കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പം അത് പറയുന്ന ഈ വ്യക്തിയായ എന്നോടാണ് കൂടുതലും സംസാരിക്കുക. അതുപോലെ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനം ഇവിടെ പറയുവാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പം നമ്മൾ ആഗ്രഹിച്ച പോലുള്ള ഒരു കാര്യമല്ല നടന്നത്, ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം കടന്നു വന്നു, ഒരു സാഹചര്യം കടന്നു വന്നു. ഈ സാഹചര്യം കടന്നു വന്നപ്പം നമുക്ക് എങ്ങനെ ദൈവത്തോട് ഇത് പറയാൻ കഴിയുന്നുണ്ട്? ദൈവമേ, എനിക്ക് കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഈ സാഹചര്യം വന്നത്, അല്ലെങ്കിൽ ഈ രോഗം വന്നത്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി വന്നത്, കർത്താവേ, അങ്ങ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവായതുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അതോ എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് പ്രതിസന്ധി വന്നു, കഷ്ടത വന്നു, ഇങ്ങനെയാണ് നോർമലി നമ്മുടെ എല്ലാം പ്രതികരണം. പിന്നീട് നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ പറയാം അതൊന്ന് നന്മയ്ക്കായിരുന്നു. പക്ഷെ ആ ഒരു പ്രതിസന്ധി കടന്നു പോകുമ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? കർത്താവെ, ഈ പ്രതിസന്ധി, ഈ കഷ്ടത, ഈ രോഗം, കർത്താവെ, പ്രതീക്ഷിക്കാത്ത ഈ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നത് നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അപ്പം ഞാൻ അത് വിശ്വസിക്കുന്നു. സകലവും നന്മയ്ക്കായിട്ടാണ് കർത്താവ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തത് കർത്താവെ നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേ സ്തുതിക്കുന്നെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? എന്തായാലും കർത്താവിനെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് ഏറ്റെടുക്കണം. അതേ കർത്താവെ, എന്ത് സംഭവിച്ചാലും, ഇന്നിപ്പോൾ ഞാനൊരിടത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു, എനിക്ക് പോകാൻ പറ്റിയില്ല, അത്രയും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്, ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വിഷയമാണ്, പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല, തടസ്സം വന്നു. അപ്പോഴും വളരെ നിരാശ വരുമ്പം മനസ്സിലൂടെ ദൈവത്തിൻ്റെ ഈ വചനം നമ്മളോട് ഇടപെടണം. അതെ, ഇന്ന് എനിക്ക് അവിടെ പോകാൻ കഴിയാത്തതിന് പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. വിഷമിക്കരുത്, എൻ മനമേ, നീ എന്താണ് വിഷമിക്കരുതെന്ന് നമ്മളോട് തന്നെ നമ്മൾ പറയണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത് അവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിർണയപ്രകാരം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, അതെനിക്ക് നന്മയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്തു. അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലപ്പ, പക്ഷേ കർത്താവെ സ്തോത്രം, അത് കർത്താവെ അതെന്നെ മനസ്സിലാക്കി തരുന്നതിനായി സ്തോത്രം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ കർത്താവെ പിറുപിറുക്കാതെ, കർത്താവെ ആ കടന്നു പോകുന്ന അവസ്ഥയിൽ അപ്പ നന്മയ്ക്കാണെന്ന് പറയുവാൻ എൻ്റെ നാവിനെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.